ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ എളുപ്പത്തിലും അതുപോലെ തന്നെ എല്ലാവർക്കും ഒരുപോലെ നന്നായിട്ട് ഇഷ്ടമാകുന്ന നല്ലൊരു സ്നാക്ക് റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണം. കൂടെ തന്നെ നമ്മുടെ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇത് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനിൽ ഓൾ കൂടി പ്രസ് ചെയ്യാൻ വേണ്ടി മറക്കണ്ട. എന്നാൽ ശരി, നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ഈ സ്നാക്ക് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതുപോലൊരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ആ ബൗളിലേക്ക് ഫസ്റ്റ് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഇതുപോലൊരു അരക്കപ്പ് അളവിൽ മൈദാമാവ് എടുത്തിട്ടുണ്ട്. ഈ മൈദാമാവിന് പകരം നമുക്ക് ഗോതമ്പ് പൊടിയിലും ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. പക്ഷേ രണ്ടും ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ കൂടുതൽ ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് മൈദാമാവിൽ തയ്യാറാക്കുമ്പോഴാണ്. ഒരു അരക്കപ്പ് അളവിൽ മൈദാമാവ്. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടതാണ് അതുപോലെ നമ്മൾ എത്രത്തോളം മൈദാമാവ് എടുക്കുന്നോ അതിൻ്റെ നേരെ പകുതി അളവിൽ അരിപ്പൊടിയും കൂടി. അപ്പോൾ അരക്കപ്പ് അളവിലെ മൈദാമാവിന് ഒരു 1/4 കപ്പ് അളവിൽ അരിപ്പൊടി എടുത്തിട്ടുണ്ട്. പച്ചരിപ്പൊടിയാണ്, വറുത്ത പച്ചരിപ്പൊടിയാണ്. അപ്പോൾ അതുകൂടി ചേർത്ത് കൊടുക്കാം. ഇത് രണ്ടും ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടതാണ് തൈര് കൂടി. നല്ല കട്ട തൈരിൽ ഇതുപോലെ 2 സ്പൂൺ തൈരാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഇതുപോലെ നല്ല കട്ട തൈര് ഉണ്ടാക്കുന്ന റെസിപ്പി ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് പേര് ട്രൈ ചെയ്ത് നോക്കി വളരെ നല്ല അഭിപ്രായം പറഞ്ഞൊരു റെസിപ്പിയാണ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുക, അല്ലെങ്കിൽ പിന്നീട് കമൻറ്റായിട്ട് ചെയ്തിരിക്കുക. നിങ്ങളൊന്ന് കയറി നോക്കിയേക്കണം. അപ്പോൾ ഇതുപോലെ ഒരു 2 സ്പൂൺ അളവിൽ തൈരും കൂടി. അധികം പുളി ഇല്ലാത്ത തൈരാണ്. നല്ല പുളിയുള്ള തൈരാണെന്നുണ്ടെങ്കിൽ 1 സ്പൂൺ അളവിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ ഇത് ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ വേണ്ടതെന്ന് വെച്ചാൽ ഇതുപോലൊരു ഹാൻഡ് വിസ്ക് എന്തെങ്കിലും കൊണ്ട് ഇത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കാരണം നമ്മുടെ അരിപ്പൊടിയും മൈദാമാവും നമ്മുടെ ഈ തൈരും ഒക്കെ ചേർന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സായി കിട്ടണം. അപ്പോൾ ആവശ്യത്തിന് വെള്ളം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരുപാടൊന്നും വെള്ളം ചേർത്ത് കളയരുത്, വളരെ കുറച്ച് മാത്രമേ വെള്ളം ചേർക്കാൻ പാടുള്ളൂ. ഇതുപോലെ ഈ ഒരു അളവിൽ വേണം നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. നല്ലതുപോലെ ലൂസായിട്ട് പോകാൻ വേണ്ടി പാടില്ല, അതുപോലെ തന്നെ തീരെ കട്ടിയായിട്ടിരിക്കാനും പാടില്ല. ഏകദേശം നമ്മൾ ഇഡ്ഡലിയുടെ മാവൊക്കെ കുഴച്ചെടുക്കില്ലേ, ആ ഇഡ്ഡലിയുടെ മാവ് തയ്യാറാക്കുന്ന അത്രയ്ക്കും കട്ടിയായിട്ടാണ് ഞാനിപ്പോൾ ഇതുപോലെ ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് ഇതിലേക്ക് ബാക്കി ചേരുവകളും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടതാണ് ഞാനിപ്പോൾ ഇതുപോലെ ഒരു വലിയ ക്യാരറ്റിൽ ക്യാരറ്റ് എടുത്തിട്ട് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. നല്ല തീരെ പൊടിപൊടിയായിട്ടൊന്ന് അരിയാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം. നമ്മുടെ ചോപ്പർ ഉണ്ടല്ലോ, ആ ചോപ്പറിൽ വെച്ചിട്ടാണ് ഇതുപോലെ പൊടിപൊടിയായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൂടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടതാണ് ഇതുപോലെ ഒരല്പം പാലക് ചീര എടുത്തിട്ടുണ്ട്. ഈ പാലക് ചീരയ്ക്ക് പകരം നമുക്ക് സാധാരണ ചീര എടുക്കാം, ചുമന്ന ചീര ഉണ്ടല്ലോ അതെടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ പച്ചച്ചീര എടുക്കാം. ഇതൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ബീൻസ് ഉണ്ടല്ലോ, ബീൻസൊക്കെ എടുക്കാം കേട്ടോ. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ളതൊക്കെ എടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് പാലക് ചീരയാണ് എടുത്തിട്ടുള്ളത്. മുരിങ്ങയില ഉണ്ടല്ലോ, മുരിങ്ങയില ഉണ്ടെങ്കിൽ അതിലും തയ്യാറാക്കി എടുക്കാം, നന്നായിട്ട് നമുക്കിത് കിട്ടും. അപ്പോൾ ഒരല്പം പാലക് ചീരയും കൂടി ചേർക്കാം. ഇത് രണ്ടും ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടതാണ് ഒരല്പം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലിയൊരു പീസ് അളവിൽ തന്നെ ഇഞ്ചി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തതാണ്. അപ്പോൾ അതുകൂടി നമുക്കിതിലേക്ക് ചേർക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ഇതുപോലെ കുറച്ച് പച്ചമുളകും കൂടിയാണ്. അത്യാവശ്യം വലിയ പച്ചമുളകിൽ 2 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. തീരെ ചെറുതാണെന്നുണ്ടെങ്കിൽ ഒരു 3 എണ്ണം. നമ്മുടെ എരിവിനനുസരിച്ചിട്ട് മാത്രമേ എടുത്താൽ മതിയാവും. നമുക്ക് എത്രത്തോളം എരിവ് വേണോ അതിനനുസരിച്ചിട്ട്. ഇപ്പോൾ നമ്മുടെ വീട്ടിൽ കുട്ടികളൊക്കെ ഉള്ളതാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് കുറച്ച് മാത്രം പച്ചമുളക് ചേർത്താൽ മതിയാവും. ഇതിലേക്ക് നമ്മൾ എരിവിന് വേണ്ടിയിട്ട് വേറെ ഒന്നും ചേർക്കുന്നില്ല, അതിൻ്റെ പേരിലാണ്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടതാണ് ഇതുപോലെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം എടുത്തിട്ടുണ്ട്. വലിയ ജീരകമല്ല, ചെറിയ ജീരകമാണ്. അതങ്ങനെ മുഴുവനെ തന്നെ ചേർത്ത് കൊടുക്കുകയാണ്. കൂടെ തന്നെ ഒരല്പം മാത്രം കറിവേപ്പിലയും കൂടി. അപ്പോൾ ഈ കറിവേപ്പില ചേർക്കുമ്പോഴത്തേക്കും കറിവേപ്പിലയിൽ നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും, അതിന് വേണ്ടിയിട്ട് മാത്രമാണ്. പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പും കൂടിയാണ്. ആ ഉപ്പും ചേർക്കാം. ഇത് ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലതുപോലെ തന്നെ ഈ മാവെല്ലാം ഒന്ന് മിക്സായി കിട്ടുന്നത് പോലെ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കൈ വെച്ചിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലൊരു സ്പൂൺ കൊണ്ടോ എങ്ങനെ മിക്സ് ചെയ്തെടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇതുപോലെ ഞാനിപ്പോൾ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്രയും കട്ടിക്ക് വേണം നമുക്കിത് കിട്ടാനുള്ളത്. ഈ ഒരു കട്ടിക്ക് ഇതിൽ നിന്ന് ലൂസായി പോകാൻ പാടില്ല. അങ്ങനെ എങ്ങാനും ലൂസായി പോയിട്ടുണ്ടെങ്കിൽ പിന്നീട് നമുക്കിതിലേക്ക് കുറച്ച് അരിപ്പൊടി മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും. മൈദാമാവ് ചേർക്കേണ്ട ആവശ്യമില്ല. ഒരല്പം മാത്രം അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്താൽ മതിയാവും.
ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ട എന്തെന്ന് വെച്ചാൽ ഒരു 30 മിനിറ്റ് നമ്മുടെ കയ്യിൽ സമയം ഉണ്ടെങ്കിൽ ആ 30 മിനിറ്റ് ഒന്ന് മാറ്റി വെച്ചിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇൻസ്റ്റൻ്റായിട്ട് തന്നെ തയ്യാറാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ 2 രീതിയിൽ ചെയ്തെടുക്കാം. ഒന്നുകിൽ ഇതിങ്ങനെ തന്നെ നമുക്ക് എണ്ണയിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഒരല്പം മാത്രം സോഡാപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അങ്ങനെയും തയ്യാറാക്കിയെടുക്കാം. ഞാനിപ്പോൾ 2 രീതിയും കാണിക്കുന്നുണ്ട്. ഫസ്റ്റ് നമുക്ക് സോഡാപ്പൊടി ചേർക്കാതെ ഒന്ന് തയ്യാറാക്കിയെടുക്കാം. ഒരുപാട് വലിയ ബോൾസ് ഇടണ്ട. അത് ഈ ഒരു അളവിലാണ് ഞാനിപ്പോൾ ഇടുന്നത്. ഇതിനകത്തുള്ള മാവെല്ലാം നന്നായിട്ട് വെന്തിട്ട് വരേണ്ടതാണ്. അതിൻ്റെ പേരിൽ ഫ്ലെയിം നന്നായിട്ട് കൂട്ടി വെക്കരുത്. ആദ്യം നന്നായിട്ട് എണ്ണ ചൂടായിരിക്കണം. അതിന് ശേഷം പിന്നീട് ഫ്ലെയിം ഒരല്പം കുറച്ച് വെച്ചിട്ട് വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഫ്ലെയിം ഇപ്പോൾ ഞാൻ നന്നായിട്ട് കുറച്ച് വെച്ചിട്ടില്ല, അതുപോലെ തന്നെ മീഡിയം ഫ്ലെയിമിലല്ല വെച്ചിട്ടുള്ളത്. ഇത് രണ്ടിൻ്റെയും ഇടയ്ക്കുള്ള ഇച്ചിരി അത്യാവശ്യം നന്നായിട്ട് ചൂട് വരുന്നത് പോലെ രണ്ടിനും ഇടയ്ക്കുള്ള ആ ഒരു ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. അങ്ങനെ വെച്ചിട്ട് വേണം നമ്മൾ നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. നന്നായിട്ടൊന്ന് കളറൊക്കെ മാറിയിട്ട് വരട്ടെ. അത്രയും സമയം കൊണ്ട് ഇതിൻ്റെ പുറം ഭാഗമൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് മകം നല്ല സോഫ്റ്റ് ആയിട്ടായിരിക്കും ഇത് കിട്ടുന്നത്. കാരണം നമ്മളിതിലേക്ക് അരിപ്പൊടിയൊക്കെ ചേർത്തിരിക്കുന്നതിൻ്റെ പേരിൽ അങ്ങനെയാണ് നമുക്ക് ഈ ഒരു സ്നാക്ക് സൂപ്പറായിട്ട് കിട്ടുന്നത്. നമ്മളിങ്ങനെ മാവ് കയ്യിലേക്ക് എടുക്കുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും നമ്മുടെ മാവിന് അല്പം പോലും വെയിറ്റ് ഉണ്ടാവില്ല. അങ്ങനെ ആ ഒരു രീതിയിൽ അത്രയ്ക്കിങ്ങനെ ഹാർഡല്ലാത്ത രീതിയിലാണ് നമുക്ക് തയ്യാറാക്കി കിട്ടുന്നത്. ഇതിപ്പോൾ നല്ലതുപോലെ കളറൊക്കെ മാറിയിട്ട് ഒരു ഗോൾഡൻ കളറിൽ വന്നിട്ടുണ്ട്. ഞാൻ എപ്പോഴും പറയുന്നതാണ് ഇതുപോലെ സ്നാക്സൊക്കെ ഫ്രൈ ചെയ്തെടുക്കുന്ന ടൈമിൽ അവസാനം ലാസ്റ്റിലാവുമ്പോഴത്തേക്കും ഫ്ലെയിം നന്നായിട്ട് കൂട്ടി വെച്ചിട്ട് വേണം നമ്മളിത് എടുക്കാനായിട്ട്. അപ്പോഴത്തേക്കും അത്രയും ഫ്ലെയിം കൂട്ടി വെക്കുന്ന സമയത്ത് ഇതിനുള്ളിൽ എന്തെങ്കിലും എണ്ണയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പുറത്തേക്ക് പോയിക്കോളും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതുപോലെ ഇത്ര ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിതെല്ലാം എടുക്കാം. ഇനി കുറച്ച് മാവും കൂടി ബാക്കിയുണ്ട് നമ്മുടെ കയ്യിൽ. അപ്പോൾ അത് തയ്യാറാക്കി എടുക്കുന്നത് അതിലേക്ക് ഒരല്പം മാത്രം സോഡാപ്പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അതുകൂടി നമ്മളിതിലേക്ക് ഒരല്പമായിട്ട് മാവ് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഇഷ്ടം അനുസരിച്ചിട്ട് സ്പൂൺ വെച്ചിട്ടോ എങ്ങനെ വേണമെങ്കിലും കോരി ഒഴിച്ച് കൊടുത്താൽ മതിയാവും. ഈ സോഡാപ്പൊടി ചേർക്കുമ്പോൾ ഉള്ള പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഇതിങ്ങനെ ബോൾ പോലെ ഇങ്ങനെ പെരുകി വരും, ഒരു ഷേപ്പ് ഉണ്ടാവും. അത്രയും മാത്രമേ വ്യത്യാസം ഉണ്ടാവുള്ളൂ. പിന്നെ കുറച്ചുകൂടി സോഫ്റ്റ്നെസ് കൂടുതലായിരിക്കും. അപ്പോൾ ഈ 2 രീതിയിലും നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നേ ഉള്ളൂ. ഇതിൻ്റെ കൂടെ നല്ല ബെസ്റ്റ് കോമ്പിനേഷൻ എന്ന് പറയുന്നത് നല്ലൊരു തേങ്ങാ ചട്നിയാണ്. തേങ്ങാ ചട്നിയുടെ ഒരുപാട് വെറൈറ്റി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അല്ലാന്നുണ്ടെങ്കിൽ നല്ലൊരു നിലക്കടല ചട്നി ആവാം, ക്യാപ്സിക്കം ചട്നി, ഇതൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം അതിൻ്റെ ഫീഡ്ബാക്ക് എനിക്ക് മറക്കാതെ ഒന്ന് അറിയിക്കണം. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും മറ്റുള്ളവർക്ക് ഒന്ന് തയ്യാറാക്കി നോക്കാനുള്ളൊരു പ്രചോദനം ഉണ്ടാകുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്തേക്കണം. ഇത് മറ്റുള്ളവരും കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാറ് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്.